ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ട് മിനിസ്റ്റർമാരും പങ്കെടുക്കുന്നില്ല. അതായത് MP രാജേഷും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, മിനിസ്റ്റർ കൃഷ്ണൻകുട്ടിയും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ വിളിച്ചിരിക്കുന്ന രണ്ട് മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. കാരണം ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ PWD മിനിസ്റ്റർ ആയിരുന്നു. PWD മിനിസ്റ്റർ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ PWD മിനിസ്റ്റർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയെല്ലാം കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമാണ്. നോക്കൂ, നിതിൻ ജയറാം ഗഡ്കരി, ഹർദീപ് സിംഗ് പുരി, പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി, ഐശ്വനി വൈഷ്ണവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അജയ് തംത, ഹർഷത് മൽഹോത്ര, കമലേഷ് പാസ്വാൻ, ചന്ദ്രശേഖർ പെമ്മസാനി, സുരേഷ് ഗോപി, ശ്രീപാദ് യെസോ നായിക്, ശ്രീ വി സോമണ്ണ, ശ്രീ രവനീത് സിംഗ്, ശ്രീ ജോർജ് കുര്യൻ, ഇത്രയും കേന്ദ്രമന്ത്രിമാരും രണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാരും, അതിലൊന്ന് K കൃഷ്ണൻകുട്ടിയും MP രാജേഷും. എന്നാൽ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി പകരം അവിടെ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. എങ്ങനെയാണത് സാധ്യമാവുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. TV പ്രസാദ്. ഉറപ്പായും അരുൺ, അത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പല പദ്ധതികളിലും കാണുന്നത് അതിനനുസരിച്ചുള്ള ഫണ്ട് പാസ്സാക്കും, അത് ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കും എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ മറ്റ് പദ്ധതികളെല്ലാം കണ്ടുവരുന്നതെങ്കിൽ ദേശീയപാതയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു അരുൺ. കാരണം 2025 ഡിസംബർ 31-ന് സംസ്ഥാനത്തെ മുഴുവൻ റീച്ചുകളും അങ്ങ് കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങറ്റത്ത് വരെ കഴക്കൂട്ടം വരെയുള്ള ആ റീച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള തീരുമാനമായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. പിന്നീട് കേരളത്തിൽ നിലയ്ക്കാത്ത മഴ, മിക്കവാറും മാസങ്ങളിൽ മഴ, അതൊക്കെ കൊണ്ട് നീണ്ടുപോയി. പലയിടങ്ങളിലും NHAയിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ട് പലയിടത്തും റോഡുകൾ തകർന്നുപോയി. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷം സെപ്റ്റംബറോടുകൂടി പൂർണ്ണമായി 100% പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഗഡ്കരി കഴിഞ്ഞ ദിവസവും ലോക്സഭയിൽ പറഞ്ഞത്. പക്ഷേ പണി പൂർത്തിയായ, നിലവിൽ പൂർണ്ണമായി പൂർത്തിയായി തുറന്നുകൊടുത്ത റീച്ച് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ള തലപ്പാടി ചങ്കളം റൂട്ടാണ്, റീച്ചാണ്. അതുപോലെ തന്നെ രണ്ടാമതൊന്നുള്ളത് വെങ്ങളം രാമനാട്ടുകരയാണ്. മറ്റ് സ്ഥലങ്ങളിൽ മലബാറിൽ വലിയ മുന്നേറ്റമാണ് നാഷണൽ ഹൈവേ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അങ്ങ് കാസർഗോഡ് നിന്ന് തുടങ്ങി ഇങ്ങ് തൃശൂർ വരെയുള്ള അതിൽ ഏതാണ്ട് 90% പ്രവൃത്തികൾ പൂർത്തിയായത് ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യം അത് പ്രധാനം തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയം കാണാൻ പാടില്ലായിരുന്നു BJP എന്നുള്ളത് തന്നെയാണ് അരുൺ. കാരണം മിക്കവാറും മാസങ്ങളിൽ, എല്ലാ മാസങ്ങളിലും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളുണ്ട്. യോഗങ്ങൾ മാത്രമല്ല അരുൺ, വളരെ വ്യക്തിപരമായി പോലും വിവിധ MLA-മാരോട് പറഞ്ഞുകൊണ്ട് ഓരോ MLA-മാരും തമ്മിൽ മത്സരമായിരുന്നു. എന്റെ പരിധിയിൽ ഇത്രത്തോളം റോഡ് തീർന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക്, മത്സരാധിഷ്ഠിതമായ രീതിയിലേക്ക് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ സംസ്ഥാന സർക്കാരിനെ അപമാനിക്കുന്ന സമീപനമാണ് ഉറപ്പായിട്ടും ഇതിൽ കേന്ദ്രത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, BJPയുമായി ബന്ധപ്പെട്ട ആരൊക്കെ കേരളത്തിലുണ്ടോ അവരെ എല്ലാം ഈ പരിപാടിയിലേക്ക് തിരികെ കയറ്റുകയും ചെയ്തു. ഒരു സ്ഥാനവുമില്ലാത്ത, ഈ പറയുന്ന പാർലമെന്ററി രംഗത്ത് ഒന്നുമില്ലാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് സംസ്ഥാനം 5000-ലേറെ കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ ദേശീയപാതയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് റിയാസിനെ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി CPIM കാണുന്നു, രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുന്നു, രാഷ്ട്രീയമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കാണുന്നു എന്നുള്ളതാണ് അരുൺ ഗുരുതരമായ ഒരു കാര്യമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിലാണ് ഈ അഭ്യാസം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ കാര്യം അരുൺ. ഓക്കെ, അർജുൻ മട്ടന്നൂർ കൂടിയുണ്ട്. അർജുൻ മട്ടന്നൂർ, ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് ഈ ദേശീയപാത വികസന പരിപാടികളുടെ, ഈ പ്രവൃത്തികളുടെ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്ന വകുപ്പാണ്. ആ നോഡൽ ഏജൻസിയാണ് ദേശീയപാതയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രെച്ചുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പകരം അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ. അതാണ് ഇപ്പോൾ സർക്കാരിനെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി രാഷ്ട്രീയം കലർത്തിയുള്ള പരിപാടി എന്നാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. അവിടെ നേരത്തെ ഈ ഷെഡ്യൂളുകൾ കൃത്യമായി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഇന്നിപ്പോൾ പത്രങ്ങളിൽ പരസ്യം വന്നിട്ടുണ്ട്. പത്രങ്ങളിൽ പരസ്യം വരുമ്പോഴാണ് മന്ത്രി PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ വിവരം വരുന്നത്. കേരളത്തിൽ നിന്ന് 3 പേരുടെ പേരാണ് അതിലുള്ളത്. അതിലൊന്ന് മുഖ്യമന്ത്രി, പിന്നൊന്ന് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ, മറ്റൊന്ന് MP രാജേഷ് മിനിസ്റ്റർ. ഈ
3 പേരാണ് നിലവിലുള്ളത്. പക്ഷേ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി പകരം അവിടെ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതിനെ തുടർന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ കൃഷ്ണൻകുട്ടിയും MP രാജേഷും മുഖ്യമന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല.